മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. എറണാകുളം BPS ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഭൗതികദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. റാഫി കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പൊതുദർശനം, സംസ്കാരം, ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ലേക്ഷോർ ആശുപത്രിയിലെ പൊതുദർശനമാണ് ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ ലേക്ഷോർ ആശുപത്രിയിലെ പൊതുദർശനത്തിനായി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മൃതശരീരം ഈ ആശുപത്രിയിലെ ഈ പൊതുദർശനത്തിനായി സജ്ജീകരിച്ചിരുന്ന ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ പൊതുദർശനം ഔദ്യോഗികമായി ആരംഭിക്കും. ഏകദേശം 5:30 വരെയാണ് ലേക്ഷോർ ആശുപത്രിയിൽ പൊതുദർശനം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 5:30-ക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് പാലമുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ മസ്ജിദിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് അവിടെ തൊട്ട് സമീപത്തുള്ള കളമശ്ശേരിയിലുള്ള ഒരു ഹാളിൽ, നജാത്ത് പബ്ലിക് സ്കൂളിൻ്റെ ഹാളിൽ പൊതുദർശനം സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രി 9:30 മണി വരെ മൃതദേഹം ഈ നജാത്ത് പബ്ലിക് സ്കൂളിൻ്റെ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ നിന്ന് രാത്രി 9:30-ക്ക് ശേഷം ആലുവയിലെ മകൻ്റെ വസതിയിലേക്ക്, അദ്ദേഹം ദീർഘകാലമായി താമസിച്ചിരുന്ന ആ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് രാവിലെ വരെ മൃതദേഹം അവിടെയായിരിക്കും സൂക്ഷിക്കുക. രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിലയിലുള്ള ക്രമീകരണമാണ് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തേക്ക് അറിയുന്നത് 3:45 കൂടിയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നൊരു കാഴ്ച കണ്ടു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, രാഷ്ട്രീയ നേതൃത്വത്തിലും ഒപ്പം തന്നെ സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഇങ്ങോട്ട് എത്തി. ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാവരും 4 മണിയോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തി. K ബാബു അടക്കമുള്ള, ഷിബു തെക്കുംപുറം അടക്കമുള്ള നേതാക്കൾ അല്പസമയം മുൻപ് ആശുപത്രിയിലേക്ക് എത്തി. അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കണ്ടതിന് ശേഷം ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തായാലും 5:30 വരെയാണ് ഈ ലേക്ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. 5:30-ക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. രാത്രി 9 മണി വരെ കളമശ്ശേരിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും പിന്നീട് മൃതദേഹം ഉണ്ടാവുക. രാവിലെ ഈ സംസ്കാര ചടങ്ങുകൾ 10 മണിയോടുകൂടി ആരംഭിക്കുന്ന നിലയിലാണ് ക്രമീകരണങ്ങളുള്ളത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ രാവിലെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കണ്ടത്. ഒപ്പം തന്നെ ഇതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങിയ PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി ഈ കളമശ്ശേരിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പൊതുദർശനത്തിൽ എല്ലാ നേതാക്കളും അവിടെ എത്തി അദ്ദേഹത്തിനെ കാണും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്തൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ നേതാക്കളും ഒരുപോലെ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡിങ് പവറും, ഒപ്പം തന്നെ അദ്ദേഹം ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം നേരിടുന്ന ഒരു രീതിയും മറ്റുള്ളവരുമായി ഇടപെടുന്ന ഒരു രീതിയും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അല്പസമയം മുൻപ് AK ബാലൻ പറഞ്ഞതുപോലെ എത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പോരാടിയാലും ആ സൗഹൃദം അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കും. വിഷയങ്ങളെ അദ്ദേഹം നേരിടുന്നത് ഒട്ടും പരിഭ്രമമില്ലാതെ, ഒട്ടും ദേഷ്യം പ്രകടിപ്പിക്കാതെ, എല്ലാത്തിനെയും വളരെ സാവധാനം സൗഹൃദാന്തരീക്ഷത്തിൽ എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്തൊരു പരിഹാരം കാണുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ളത് അദ്ദേഹത്തെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഈ മന്ത്രിയായി എത്തുന്ന സമയങ്ങളിലെല്ലാം ഒരു ക്രൈസിസ് മാനേജർ എന്നൊരു ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ആ നിലയിൽ പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും കണ്ടിരുന്നത് എന്നുള്ളതാണ് എല്ലാവരും പങ്കുവച്ചത്. ഒപ്പം
തന്നെ MSF-ൽ നിന്ന് മുസ്ലിം ലീഗിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ജില്ലയിൽ അദ്ദേഹത്തിന് മുൻപോ അദ്ദേഹത്തിന് ശേഷമോ VK ഇബ്രാഹിം കുഞ്ഞിനെ പോലൊരു നേതാവ് ഇല്ല എന്ന് പറയത്തക്ക നിലയിലേക്കുള്ളൊരു പ്രവർത്തനമായി അദ്ദേഹം എറണാകുളം ജില്ലയിൽ മാറുന്നു. ആ നിലയിലുള്ളൊരു നേതാവായി VK ഇബ്രാഹിം കുഞ്ഞ് മാറുന്നതാണ് കഴിഞ്ഞ ഒരു 20 വർഷക്കാലം കൊണ്ട് കണ്ടത്. എന്തായാലും നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നൊരു കാഴ്ചയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പൊതുദർശനം അത് നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. VPS ലേക്ഷർ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അവിടെ നിന്നാണ് റാഫി കരീം വിശദാംശങ്ങൾ നൽകിയത്. നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാരം നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.